ഏഴര പതിറ്റാണ്ടായി ഒരു റൂട്ടിലെ ജനങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയാണ് കൂത്തുപറമ്പ് പാതിരിയാട് അഞ്ചരക്കണ്ടി കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ജയശ്രീ ബസ്. തലമുറകളായി തങ്ങൾ ആശ്രയിക്കുന്ന ബസ്സിന് വെള്ളപ്പന്തൽ അലവിപ്പീടികയിൽ യാത്രക്കാർ ചേർന്ന് ആദരവൊരുക്കി. കാറും ബൈക്കും സാധാരണക്കാർക്ക് അന്യമായിരുന്ന 1952 കാലഘട്ടത്തിലാണ് കൂത്തുപറമ്പ് പാതിരിയാട് അഞ്ചരക്കണ്ടി കണ്ണൂർ റൂട്ടിൽ ജയശ്രീ ബസ് സർവീസ് ആരംഭിക്കുന്നത്. ജില്ലയിൽ തന്നെ സ്വകാര്യ ബസ്സുകൾ നാമമാത്രമായിരുന്ന കാലത്താണ് അഞ്ചരക്കണ്ടിയിലെ പരേതനായ VP വാസുദേവൻ നായരുടെ ഉടമസ്ഥതയിൽ 1952 ഏപ്രിൽ 4 സർവീസ് തുടക്കം. പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം കണക്കിലെടുത്താണ് മനുഷ്യസ്നേഹിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന വാസുദേവൻ നായർ ബസ് സർവീസിന് തുടക്കം കുറിച്ചത്. അക്കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഏറെ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു യാത്ര. എങ്കിലും സർവീസ് നിർത്തിവെക്കാനോ ഉപേക്ഷിക്കാനോ മനുഷ്യസ്നേഹിയായ വാസുദേവൻ നായർ തയ്യാറായില്ല. വാസുദേവൻ നായരുടെ മരണശേഷം കുടുംബാംഗങ്ങളാണ് സർവീസ് നടത്തിവരുന്നത്. അങ്ങനെയാണ് നീണ്ട 74 വർഷങ്ങൾക്കിപ്പുറവും ജയശ്രീ എന്ന പേരിൽ അതേ തലയെടുപ്പോടെ ബസ് സർവീസ് തുടരുന്നത്. 74 വർഷത്തിനിടെ മോഡലുകൾ പലതും മാറിയെങ്കിലും ജയശ്രീ എന്ന പേരിനോ സമയത്തിനോ മാത്രം മാറ്റമില്ല. 4 തലമുറകൾക്ക് പുത്തൻ യാത്രാനുഭവം നൽകിയ പേര് കൂടിയാണ് ജയശ്രീ ബസ്. 19 വർഷം ഓടിയ KL 13R 127 TA ബസ്സിന് പകരം പുതിയ മോഡൽ ബസ് ഓടിത്തുടങ്ങിയിരിക്കുകയാണിപ്പോൾ. കണ്ണൂർ ജില്ലയിൽ തന്നെ അപൂർവമായിരിക്കും സ്വകാര്യ ബസ് ഒരേ റൂട്ടിൽ 74 വർഷം സർവീസ് തികയ്ക്കുന്നത്. ദീർഘകാലമായി തങ്ങൾ ആശ്രയിക്കുന്ന ജയശ്രീ ബസ്സിന് വെള്ളപ്പന്തൽ അലവിപ്പീടികയിൽ യാത്രക്കാർ ചേർന്ന് ആദരവൊരുക്കി. ജീവനക്കാർക്ക് നാട്ടുകാർ ഉപഹാരം നൽകി. മാങ്ങാട്ടിടം പഞ്ചായത്ത് മുൻ അംഗം ചൊവ്വ ശ്രീധരൻ, M സന്തോഷ, ഷമീർ MK, കോയത്തി രാജീവൻ, VV വിപിൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ വെള്ളപ്പന്തൽ പാതിരാട് അഞ്ചരക്കണ്ടി റോഡിൽ ഓടുന്ന ജയശ്രീ ബസ് 74 വർഷം പൂർത്തീകരിക്കുകയാണ്. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഇടതടവില്ലാതെ നിശ്ചയമില്ലാതെ എല്ലാ ദിവസവും റൂട്ട് ക്യാൻസലാക്കാതെ ഓടുന്നൊരു ബസ് ജനങ്ങളെ സംബന്ധിച്ച് എന്നും ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു. മറ്റെല്ലാ ബസ്സും പണിമുടക്കിയാലും ജയശ്രീ ബസ് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും 74 വർഷം പൂർത്തീകരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് അഭിമാനമായുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് നാട്ടുകാരുടെ ബസ്സിനൊരു സ്വീകരണം കൊടുക്കുന്നത്. ആ പരിപാടിക്കകത്ത് എല്ലാ ആളുകളെയും നന്ദി അർപ്പിക്കുകയാണ്. അത് അഭിവാദ്യമാണ്. മറ്റു കാര്യങ്ങളെല്ലാം സന്തോഷിക്കുന്നു.